രേഖാചിത്രം എന്ന് പറയുന്ന സിനിമയുടെ OTT റിലീസിന് പിന്നാലെ ഇപ്പോൾ ചിത്രത്തിന് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്ന ഒരു സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ് അണിയർ പ്രവർത്തകർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിൽ മമ്മൂട്ടി വന്നതിനെ കുറിച്ചുള്ള രഹസ്യമാണ്. വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കാണെങ്കിൽ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മമ്മൂട്ടിയുടെ സാമ്യമുള്ള ടിങ്കിൾ സൂര്യയുടെ സാന്നിധ്യവും ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ പിന്തുണയുമാണ് രേഖാചിത്രത്തിലെ കാതോന ഫ്ലാഷ് ബാക്ക് സീനുകൾ പെർഫെക്റ്റ് ആക്കി മാറ്റിയെന്ന് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുകയാണ്. 2025 ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രമെന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. ചിത്രം സോണി ലൈവിൽ ഇന്നലെ മുതൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ചിത്രത്തിലെ ബ്രില്യൻസും ചിത്രീകരണത്തിന് പിന്നിലെ കൗതുക കാഴ്ചകളൊക്കെ ഡീകോഡ് ചെയ്തെടുക്കുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ. കാതോരം എന്ന സിനിമയിലെ ഗെറ്റപ്പിൽ നമ്മുടെ പഴയ മമ്മൂട്ടി സിനിമയിൽ ഭാഗമായിട്ടുണ്ടായിരുന്നു. ഇത് എങ്ങനെയാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു പ്രേക്ഷകര്. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഡ്യൂപ്പായി അഭിനയിച്ച ടിങ്കിൾ സൂര്യയാണ്. മമ്മൂട്ടിയുടെ സിനിമാ ഡയലോഗുകളും പാട്ട് സീനുകളും ഒക്കെ റീലുകളിൽ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ വ്യക്തിയായിരുന്നു ടിങ്കിൾ സൂര്യ. മമ്മൂട്ടിയുടെ സ്വാമിയുള്ള ടിങ്കിൾ സൂര്യയുടെ സാന്നിധ്യം ഒപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും സാങ്കേതിക വിദ്യയുടെ പിന്തുണയും കൂടിയായപ്പോൾ ഒരു ടൈം മെഷീനിൽ കയറി 80കളിലേക്ക് യാത്ര ചെയ്ത അനുഭവമാണ് രേഖാചിത്രം എന്ന് പറയുന്ന സിനിമാ പ്രേമികൾക്ക് സമ്മാനിച്ചിട്ടുണ്ടായിരുന്നെ. ചിത്രത്തിൽ നായകനായിട്ട് എത്തിയിട്ടുണ്ടെന്ന് ആസിഫ് അലിയായിരുന്നു. അനശ്വര രാജൻ ആയിരുന്നു മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയിട്ടുണ്ടെന്ന്. പ്രീസ്റ്റ് എന്ന് പറയുന്ന മമ്മൂട്ടി ചിത്രം ഡയറക്ട് ചെയ്തിട്ടുള്ളത് ജോഫിൻ ഡി ചാക്കോ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു രേഖാചിത്രം എന്ന് പറയുന്ന സിനിമ. കാവ്യ ഫിലിം കമ്പനിയും മെഗാ മീഡിയയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായത്. ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ മനോജ് കെ ജയൻ, ഇന്ദ്രൻസ്, ഹരിശ്രീ അശോകൻ, ഫാമ അരുൺ, ജഗദീഷ്, സായികുമാർ തുടങ്ങിയ മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിയിരുന്നിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് വീണ്ടും മമ്മൂക്കനെ ആ ഒരു 18th കാലഘട്ടത്തിൽ കാണാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു അണിയറ പ്രവർത്തകരും സിനിമാ പ്രേമികളും. എന്തൊക്കെയാണ് മമ്മൂട്ടിക്ക് പിന്നിലെ രഹസ്യം എന്തെന്ന് കണ്ടെത്താനുള്ള ഒരുങ്ങിയ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോഴത്തെ അണിയറ പ്രവർത്തകർ തന്നെ ആ ഒരു സർപ്രൈസ് പുറത്തുവിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് മമ്മൂട്ടിയായിട്ട് വന്ന ടിങ്കിൾ സൂര്യയുടെ അഭിനയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.